SS1 10-ാമത്തെ അധ്യായമായ പൗരബോധം എന്ന ഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഓരോ വ്യക്തിയും സമൂഹത്തിനു വേണ്ടി ജീവിക്കുകയും സമൂഹത്തിൻ്റെ പുരോഗതിയിലൂടെയാണ് സ്വന്തം പുരോഗതി എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പൗരബോധം. പൗരബോധത്തിൻ്റെ ഉത്തമ മാതൃകകളെ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ശ്രദ്ധിച്ചു കാണുക. 2 പ്രധാന വ്യക്തികൾ, അവരുടെ ജീവിത രീതി എങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് ഈ ചാപ്റ്ററിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് കടക്കാം. വീഡിയോ ശ്രദ്ധിക്കുക. വനങ്ങൾ പ്രകൃതിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൈവവും ഞാൻ ഉദ്ദേശിക്കുന്ന ദൈവവും എല്ലാവരും അതാത് വിശ്വാസത്തിനനുസരിച്ചിട്ട് ദൈവം ഉണ്ടാക്കി വെച്ചതായിരുന്നു. ഇത് നോക്ക്, ഇങ്ങനെ വേര് നിൽക്കുമ്പോൾ കടൽ കാറ്റോ മലവെള്ളമോ വരില്ല. അത് മാത്രമല്ല, ഇതിൻ്റെ നടുക്ക് തണ്ണീർത്തടങ്ങളുണ്ട്. തണ്ണീർത്തടത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ വളരുന്നു, മേലെ പക്ഷികൾ ജീവിക്കുന്നു. അങ്ങനെ 100 കണക്കിന് ഇതൊക്കെ പിന്നെ ഔഷധ ഗുണമുള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഈ കണ്ടൽ വനങ്ങൾ മുഴുവനും ഓരോരോ ആവശ്യത്തിന് മരുന്നായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അത് ദൈവം ഉണ്ടാക്കി വെച്ചതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പല വൃക്ഷങ്ങളുണ്ട്. കുരുമുളക്, ഈത്തപ്പഴം, തെങ്ങ്, ഏലം, ഇതൊക്കെ വലിയ വലിയ വില പിടിച്ചതാണല്ലോ. അതിനെപ്പറ്റിയൊന്നും ലോക രാഷ്ട്രീയങ്ങളോ പിന്നെ ശാസ്ത്രജ്ഞന്മാരോ പറയുന്നില്ലല്ലോ. ഈ കണ്ടലിനെ പറ്റി മാത്രമാണ് പറയുന്നത്. കണ്ടൽ വനത്തിന് ഉപ്പ് വെള്ളം നല്ല വെള്ളമാക്കാൻ കഴിയും.
നല്ല വെള്ളം ഉപ്പുകളാക്കാൻ കഴിയില്ല. അപ്പോൾ ഉപ്പും നല്ലതും ഉള്ള സ്ഥലത്താണ് കണ്ടൽക്കാട് വളരുക. പിന്നെ മണ്ണിൻ്റെ ഗുണമുണ്ട്. നല്ല മണ്ണായിരിക്കണം, നല്ല ചേറ് മണ്ണായിരിക്കണം. എന്നാൽ 5 കൊല്ലം കൊണ്ട് വിത്തിടും, വിത്ത് കായ്ക്കും. പിന്നെ ഇതിൻ്റെ ഈ കൂമ്പ്, കണ്ടലിൻ്റെ കൂമ്പ് മരുന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഈ കൂമ്പ് ഒരു മാസം സ്വന്തം നേട്ടങ്ങൾക്കപ്പുറം പിന്നെ ഇതിൻ്റെ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ചവരുടെ കഥയാണ് നമ്മൾ കണ്ടത്. ചപ്പ്, നിസ്വാർത്ഥമായ സേവനത്തിന്റെയും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള സമരത്തിന്റെയും കഥയാണ് നമ്മൾ കണ്ടത്. ഇതാണ് പൗരബോധത്തിന്റെ പ്രാധാന്യവും. ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിന്റെ ഉത്തമ താല്പര്യങ്ങളാണ് പൗരന്റേതെന്നുമുള്ള തിരിച്ചറിവാണ് പൗരബോധം. പൗരബോധത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിൽ പോലും പൗരബോധം സുപ്രധാനമായ പങ്ക് വഹിക്കുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ സമൂഹത്തിൻ്റെ പുനർനിർമ്മാണത്തിനും അരക്ഷിതാവസ്ഥയിൽ നിന്നുള്ള മോചനത്തിനും ഇത് നമ്മെ സഹായിക്കുന്നു. ഈ അടുത്ത കാലത്ത് കേരള ജനത അഭിമുഖീകരിച്ച മഹാപ്രളയത്തെ നമ്മൾ അതിജീവിച്ചതും ഇത്തരം പൗരബോധത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. എത്രയോ ആളുകൾ ജീവൻ പണയപ്പെടുത്തിപ്പോലും രക്ഷാപ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പൗരബോധത്തെ നിർണയിക്കുന്ന അല്ലെങ്കിൽ വളർത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവയോരോന്നും എങ്ങനെയാണ് പൗരബോധത്തെ നിർണയിക്കുന്നത് അല്ലെങ്കിൽ പൗരബോധത്തെ പരിപോഷിപ്പിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ആദ്യം കുടുംബം. മുതിർന്നവരെ ബഹുമാനിക്കാനും സമൂഹ സേവനത്തിൽ ഏർപ്പെടാനും നമ്മളെ പഠിപ്പിക്കുന്നത് കുടുംബമാണ്. അംഗങ്ങളിൽ കർത്തവ്യബോധം വളർത്തുന്നതും നിലനിർത്തുന്നതിലും കുടുംബം വലിയ പങ്ക് വഹിക്കുന്നു. കുടുംബത്തിൽ നിന്നുള്ള പ്രചോദനവും പ്രോത്സാഹനവുമാണ് പലപ്പോഴും പൗരബോധം ഉന്നതമാക്കി മാറ്റുന്നത്. ഓരോ വ്യക്തിയും കുടുംബത്തിനു വേണ്ടിയും കുടുംബം സമൂഹത്തിനു വേണ്ടിയുമാണെന്നുള്ള ബോധ്യം നമ്മളിൽ വളർത്തിയെടുക്കുന്നു. രണ്ടാമത്തെ ഘടകം വിദ്യാഭ്യാസം. മൂല്യബോധം, സഹിഷ്ണുത, നേതൃത്വഗുണം, പരിസ്ഥിതി ബോധം, ശാസ്ത്രാവബോധം എന്നിവ വിദ്യാഭ്യാസത്തിലൂടെ വളർത്തിയെടുക്കപ്പെടുന്നു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ സമീപനത്തിലൂടെ പൗരബോധം ജനങ്ങളിൽ വളരുന്നു. മൂന്നാമത്തത് സംഘടനകൾ. പരിസ്ഥിതി സംരക്ഷണം, മനുഷ്യാവകാശ സംരക്ഷണം, ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ നിരവധി സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നു. ഇത്തരം സന്നദ്ധ സംഘടനകൾ പാരിസ്ഥിതിക അവബോധവും മനുഷ്യാവകാശ ബോധവും വ്യക്തികളിൽ സൃഷ്ടിക്കാൻ കാരണമാകുന്നു. അടുത്തത് മാധ്യമങ്ങൾ. വാർത്തകളും വിവരങ്ങളും ജനങ്ങളിലെത്തിക്കുന്നത് മാധ്യമങ്ങളാണ്. ശരിയായതും വസ്തുനിഷ്ഠവുമായ വിവരങ്ങൾ ക്രിയാത്മകമായ ആശയ രൂപീകരണത്തിലേക്കും നയിക്കുന്നു. നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനങ്ങൾ, സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനങ്ങൾ ജനങ്ങളിൽ അറിവും വിമർശനാത്മകമായ വിലയിരുത്തലും ഉണ്ടാക്കുന്നു. അടുത്തത് ജനാധിപത്യ വ്യവസ്ഥ. പൗരബോധത്തിൻ്റെ അനിവാര്യ ഘടകമാണ് ജനാധിപത്യ വ്യവസ്ഥ. ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി ഒരു ജീവിത രീതി കൂടിയാണ്, അല്ലെങ്കിൽ ജീവിത ശൈലി കൂടിയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ജനാധിപത്യ സമീപനം ഉണ്ടാവണം. മറ്റൊരാളുടെ സുഖത്തിനു വേണ്ടിയും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും അവകാശ സംരക്ഷണത്തിന് വേണ്ടിയും പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുന്ന സഹകരണവും പിന്തുണയും തിരികെ നൽകുക എന്നത് ഉയർന്ന ജനാധിപത്യ ബോധത്തിൻ്റെ അടയാളമാണ്. സ്വാതന്ത്ര്യം, സമത്വം, അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാനും വ്യക്തികളെ പ്രേരിപ്പിക്കുന്നത് ജനാധിപത്യ സമ്പ്രദായമാണ്.